കൈപ്പക്കയും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കയ്പ്പ് രസമൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. കയ്പ്പങ്ങ അധികം മക്കളും അങ്ങനെ കഴിക്കുകയില്ല. ഇത് കയ്പ്പ് രസമുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിവിടെ കയ്പ്പങ്ങ എന്നാണ് കേട്ടോ ഇവിടെ ഇതിന് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല, ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പോൾ നമുക്ക് വേറെ പാത്രങ്ങൾ ഇങ്ങനെ മുടങ്ങിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് തന്നെ ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് നല്ലോണം ഉപ്പിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കയ്പ്പ നല്ലോണം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിൽ കട്ട് ചെയ്യുക. ഇതുപോലെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് വേണമെങ്കിൽ വട്ടത്തിലും അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു ഏല് തോന്നിയത് കൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാന്നേ. അപ്പോൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, എനിക്കിപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം മാത്രം മതിയാവും. അപ്പോൾ ബാക്കി ഭാഗം ഞാൻ അവിടെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കയ്പ് രണ്ട് കയ്പ് കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് കയ്പ്പങ്ങ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ കയ്പ്പങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, അല്ലാണ്ട് തന്നെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഒന്ന് ചെറുമാതിരി ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം ഉണങ്ങേണ്ട ആവശ്യമില്ല, വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് കിട്ടും. അതൊന്ന് മൂടി വെച്ചാൽ ഇന്ന് വെള്ളം ഒന്ന് വലിഞ്ഞ് വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ വെള്ളം തന്നാലെ അങ്ങനെ വലിഞ്ഞു പോകും കേട്ടോ. ഒന്നും കൂടി ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യാവൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിത് വറുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എലുത്ത വെള്ളം വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് നേരം വെക്കുക. മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ളു മുളക് പൊടി, ഒരു അര ടീസ്പൂൺ മതിയാവും കേട്ടോ. അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി മുളക് കുത്തും കൂടുതലായിട്ട് ഇതിന് വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി ഇടണം കേട്ടോ. എന്നിട്ടാണ് മുളക് പൊടി ഇടാവൂ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഒരു നുള്ളു ഞാൻ പൊടി ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തതിന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാ. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മുരിച്ചെടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൂടുതലായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും, ഒരു ടേബിൾ സ്പൂൺ കേട്ടോ. അത്രയും മതിയാവും. ഇത് പൊരിച്ച് കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ അതിൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് മുരിച്ചിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് മുരിച്ചെടുക്കുക കയ്പ്പൊക്കെ.
നമ്മളെ കയ്പ്പക്ക ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നമ്മൾ ഏകദേശം കൊണ്ടാട്ടമൊക്കെ പൊരിച്ചെടുക്കല്ലേ, അതേപോലെ അത്രയും വേണമെന്നില്ല കേട്ടോ. പച്ച കളറൊന്ന് മാറി കിട്ടിയാൽ മതി, ചെറുമാതിരി ഒന്ന്. അപ്പോൾ ചിലതൊക്കെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ ചോറിന് ഇങ്ങനെ കൂട്ടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ കോരി മാറ്റി വച്ചിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്കി എണ്ണയിലേക്ക് നമുക്ക് 2 ഉള്ളി ഇവിടെ എടുത്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിയാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിക്കാൻ വിട്ടു അതാണ്. അപ്പോൾ ബാക്കിയും കൂടി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. അത്രയും മതിയാവും കേട്ടോ. ഞാനൊരു പച്ചമുളക് എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് നിങ്ങൾക്ക് എടുക്കട്ടോ. എനിക്കിപ്പോൾ ഒരു പച്ചമുളക് മാത്രം മതിയാവും. ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഉള്ളി വാട്ടുന്നത് നേരത്തെ നമ്മൾ കയ്പ്പൊക്കെ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണയില്ലേ ബാക്കി, ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. വേറെ വെളിച്ചെണ്ണ ഓയിലൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് താളിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് താളിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് താളി കിട്ടും. താളുക എന്ന് പറഞ്ഞാൽ മാളിക്കുക കേട്ടോ, എന്താ വാട്ടുക. ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കേട്ടോ. 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കസൂരി മെത്തിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കസൂരി മെത്തി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നല്ലോണം മാളിച്ചെടുത്തിട്ടുണ്ട്. നല്ല പച്ചമണം പോകുന്നത് വരെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി മുട്ട നല്ലോണം ഇതേപോലെ ഒന്ന് ചിക്കിയെടുക്കുക. ഈ സൈഡിലിട്ട് ചിക്കുന്ന നേരം പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചൊന്നായതിന് ശേഷം നമുക്ക് ഉള്ളിയും മുട്ടയും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കയ്പ്പക്കല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ട്, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ചെയ്യുന്നവരുണ്ടാവും, ചിലവരൊക്കെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒട്ടും തന്നെ കയ്പ്പ് രസമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കയ്പ്പൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ഇതേപോലത്തെ വെറൈറ്റി കുക്കിങ്ങാണ് വേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും നമ്മളെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എന്തായാലും ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും എൻ്റെ ചാനലിൽ ഉണ്ടാകുക. എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.